ഇന്ന് നമുക്കൊരു എമർജൻസി ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് കണ്ടാലോ. UK ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷനാണ് അവരുടെ സിറ്റിസൺസിനും അതുപോലെ തന്നെ നോൺ സിറ്റിസൺസിനും എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ അവരുടെ ആ ഒരു കെയറും കൺസിഡറേഷനും. പെട്ടെന്ന് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആക്സസബിൾ അല്ലെങ്കിലാണ് അതുപോലത്തെ സിറ്റുവേഷനിലൊക്കെയാണ് നമുക്ക് എയർ ആംബുലൻസിൻ്റെ സഹായം ലഭിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എയർ ആംബുലൻസിനെ ഇതുപോലൊരു ഇത്രയും അടുത്ത് കാണുന്നത്. ഒരു പാർക്കിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ പാർട്ടായിട്ടാണ് ഇങ്ങനൊരു എമർജൻസി ആംബുലൻസ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഒരു വണ്ടി പോലീസും അതുപോലെ ഈ കാണുന്നൊരു ഹെലികോപ്റ്റർ മാത്രമായിരുന്നു അവർ ആകെപ്പാടെ ഉണ്ടായിരുന്നത്. UK ആൾക്കാർക്ക് ഇതൊരു സ്ഥിര കാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ലാൻഡ് ചെയ്തപ്പോഴും ഒരുപാട് ആൾക്കാർ വന്ന് കാണാനും അല്ലെങ്കിൽ കൂട്ടമായി നിന്ന് ഇതിന്ന് എന്താ കാര്യം തിരക്കാനൊന്നും ആരും വരുന്നത് പോകുന്നൊന്നും ഞാൻ കണ്ടില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന എന്നെപ്പോൾ ഉള്ളവർക്ക് ശരിക്കും ഇതൊരു അതിശയം തന്നെയായിരുന്നു. കാരണം സിനിമകളിൽ മാത്രമാണ് നമ്മളിങ്ങനെ എയർ ആംബുലൻസിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് അറിയാൻ എനിക്കും ഉണ്ടായിരുന്നൊരു എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ ക്രിട്ടിക്കലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആർക്കോ എന്തോ ചെറുതായിട്ടുള്ളൊരു മെഡിക്കൽ എമർജൻസി പെട്ടെന്ന് ഉണ്ടാകുകയും പക്ഷേ ആ ഒരു ആംബുലൻസിന് റോഡ് വഴി വരാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എയർ വേ വഴുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു എമർജൻസി ലാൻഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചക്കാരുണ്ടാവും. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. പോലീസുകാർക്ക് ഇവരെ അങ്ങ് മാറ്റി നിർത്താൻ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്നത്. പക്ഷേ UK കാണാൻ പറ്റുന്ന കാഴ്ച എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി മാറി നിൽക്കുക അല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കി പോവുക എന്നുള്ളതാണ്. എന്താണ് അവർക്ക് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് അടുത്ത കാര്യമെന്നോ അറിയാനൊന്നും ആരും നോക്കാൻ പോകാറില്ല. അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. ഒരുപാട് നല്ല ഭയങ്കര സൗണ്ടും ഇങ്ങനെ ഈ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പേര് അവിടെ ഇവിടെ നിൽക്കുന്നവരെയൊക്കെ അവരങ്ങ് സോർട്ട് ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും അടുത്തൊരു എമർജൻസി ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പോലീസും വന്നത്. അവരടുത്ത് നിന്ന് ഒരുപാട് പേര് ആൾക്കാരെ അങ്ങനെ മാറ്റി നിർത്തുന്നൊക്കെ ഉണ്ടായിരുന്നു.